ആ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ ശബ്ദമുള്ള തത്തയ്ക്ക് സുഖമാണോ? സുഖമായിട്ടിരിക്കും സാറേ. എങ്ങനെയുണ്ട്? ഏകദേശം നമ്മുടെ ഇവിടെ നിന്ന് ഈ ഫ്ലോറിൽ നിന്ന് തന്നെ പോയത്. എത്ര കൊല്ലമായി ഇപ്പം? ഏകദേശം 9 കൊല്ലത്തോളായിരുന്നു. 9 കൊല്ലം. ഇപ്പൊ രാജ്യാന്തര തലത്തിൽ പ്രശസ്തമായി ക്ലിഞ്ഞോ പ്ലിഞ്ഞോ. ക്ലിഞ്ഞോ പ്ലിഞ്ഞോ വന്നിട്ട് അവിടെ പറന്ന് എല്ലാ രാജ്യത്തും കറങ്ങി. ഇപ്പോഴും 9 കൊല്ലം മുമ്പ് തുറന്നു വിട്ട തത്തയാണ് ഇപ്പൊ പാറി കളിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പോഴും. ഓക്കെ. മാത്രമല്ല ഒരു യൂട്യൂബിലെ ഒരു സംഭവം കണ്ടു, 14 മില്യൺ പ്രേക്ഷകർ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ കണ്ടു കളഞ്ഞു. തീർച്ചയായിട്ടും ആനിമേഷൻ. സുധീരൻ അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല, ആ കമ്പനിക്ക് ഇത്തിരി ഗുണം ഉണ്ടായി. നമുക്കൊന്ന് അന്വേഷിച്ചടക്കാം ആ കമ്പനി ആരാണെന്നുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടില്ല? ചോദിച്ചില്ല. അനുവാദം എടുത്തോ? അനുവാദം എടുത്തിട്ടില്ല. നഗ്നമായ കോപ്പിറൈറ്റ് വയലേഷൻ. നമുക്കൊന്ന് അന്വേഷിക്കണം. ഇനി ഇത്രയും ആയ സ്ഥിതിക്ക് 1,40,00,000-ലധികം ആൾക്കാർ കണ്ട കാര്യമല്ലേ. ആ സാധനം ഒന്നുകൂടെ ആലോചിച്ചല്ലേ കാര്യം. അത് കാണാത്ത പ്രേക്ഷകർക്ക് എങ്ങനെയാണ് ഈ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ, എന്തുകൊണ്ട് ക്ലിഞ്ഞോ പ്ലിഞ്ഞോ? അതെ, ഏത് വേദി ചെന്നാലും ആൾക്കാർ അത് ചോദിക്കാറുണ്ട് സാർ. നമ്മൾ കുറെ തവണ കേട്ടതായപ്പോൾ ഈ വേദിയിലും ചോദിക്കുന്നു. നാടോടിക്കാറ്റ് നമ്മുടെ പരിപാടിയിലെ ഉല്ലാസം ദേവിചന്ദന ചെയ്ത പ്രോഗ്രാമായിരുന്നു. ശരിക്കും നമ്മൾ ഈ സ്കൂൾ തലത്തിലൊക്കെ ചെല്ലുമ്പോ ഇപ്പോഴും അതെ, ചില ലളിതഗാന മത്സരത്തിനുള്ള പിള്ളേരെന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ പിള്ളേര് നോർമൽ പാട്ടുകളായിരിക്കും. പക്ഷെ ചില അതിൽ ഇത്തിരി കൂടി കുറെ കൂടുതൽ പഠിച്ച സംഗീത ക്ലാസിക്കലായിട്ട് പഠിച്ചവര് അവർക്കായിരിക്കും ഫസ്റ്റ് കിട്ടുന്നത്. അപ്പൊ അവര് പാടുന്ന വരികൾ ജഡ്ജസിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, ചിലർക്ക് ആ വാക്ക് കിട്ടില്ല. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു ലളിതഗാനമാണ് ഞാനത് മനസ്സിൽ കണ്ടിട്ട് അങ്ങനെ റെഡിയാക്കിയത്. സ്വരസുതരാജിത നിലകളെ വിക്രീളിത ശോഷിത സുമിത അഷ്ടസ്ത്രിതാപ്രിദന്തം ദിഷ്ടത മാത്രയേ നിർമ്മല സ്നേഹത്തിൻ യദുകുല കാമ്പോജി ക്ലിഞ്ഞോ പ്ലിഞ്ഞോ സൗണ്ട്സ് ഉള്ള തത്തേ തത്തമ്മേ തത്തക്കുട്ടി. ഇത് വലിയ ഹിറ്റായി അല്ലേ? ഇത് ഭയങ്കര ഹിറ്റായി. അത് അന്ന് ഈ വൈറൽ എന്നൊക്കെ പറഞ്ഞ് എനിക്കറിയില്ല. അന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ക്യാമറമാൻ ഒരാളെന്ന് പറഞ്ഞോട് എടോ ഇത് വൈറലായിരിക്കോട്ടെ എന്ന് പറഞ്ഞു. അന്ന് വൈറൽ എന്താണെന്ന് അറിഞ്ഞു വന്നുള്ളൂ. അപ്പൊ പിഷാരടിയാണ് ഇത് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ് നിങ്ങളുടെ കോള് വന്നു, എനിക്ക് 1/2 മണിക്കൂർ സംസാരിച്ചു പുള്ളി. അപ്പൊ പുള്ളി പറഞ്ഞു നിങ്ങളുടെ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ ഭയങ്കര വൈറലല്ലേ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് നല്ല ഇതിൽ കയറി പോണ്ട്. ഈ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ എന്തോ ആയതുകൊണ്ടുള്ള അർത്ഥം എന്തോ ഉദ്ദേശിച്ചത്? ഒരർത്ഥമില്ല ഇതില് ശരിക്കും. അതിനൊരു അർത്ഥമില്ല. പക്ഷേ ഈ ഇത് വരുന്ന ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം കുറെ സംഗീതവുമായി ബന്ധമുള്ള കുറെ പേര് പല രാജ്യങ്ങളിൽ നിന്ന് വരെ വിളിച്ചിട്ടുണ്ട്. സുധീർ ആ പാടിയതിൽ കുറെ അർത്ഥമൊക്കെ ഉണ്ട് കേട്ടാന്ന് പറഞ്ഞു. കാരണം ഈ യദുകുല കാമ്പോജി ഒക്കെ ലളിതഗാനത്തിൽ വരുന്ന വരികളാണ്. ക്ലിഞ്ഞോ പ്ലിഞ്ഞോയുടെ കൂടെ വേറെ 1-2 സാധനം ഹിറ്റ് ആയല്ലോ. പാണം വെള്ളത്തി ഒരു മീനല്ലേ ഇത്? അത് ആ ഇതിൽ തന്നെ ഉള്ളതാണ് സാർ. കേട്ടില്ലല്ലോ പാണം വെള്ളത്തി. അത് പാട്ടല്ല, അത് സ്കിറ്റ് പോലെ നമ്മൾ പറഞ്ഞിട്ടാണ് ഇതിലേക്ക്. അതൊന്ന് പറയണം. പാളം വെള്ളത്തി ഇപ്പൊ ഒരു മോസ്റ്റ് പോപ്പുലർ മീനാ അത്. അതിന്റെ പേരിൽ ഒരു ബ്രാൻഡ് തുടങ്ങിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തുടങ്ങിയതുപോലെ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയി. ചെട്ടിയാവത്ത് മാർക്കറ്റിന്റെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു മീൻ മേടിക്കാൻ ചെന്നപ്പോ അവര് പറഞ്ഞു ചേട്ടാ ഇപ്പൊ പാണമ്പളത്തേക്ക് മാർക്കറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ചേട്ടനാണ് ഞങ്ങളുടെ അംബാസിഡർ എന്നൊക്കെ പറഞ്ഞു. അത് ഇങ്ങനെ ചോദിക്കുമ്പോ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കി. വീട്ടിൽ അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട്, പിന്നെ മൂത്ത ചേട്ടനുണ്ട്. ചേട്ടൻ 2 കുട്ടികൾ, ഒന്ന് നടക്കുന്നു ഇഴയുന്നു. ഇഴയാൻ എന്താ പാമ്പാണോ? അല്ല, അവൻ കുഞ്ഞു 6 മാസം പ്രായമായിട്ടുള്ളൂ. എന്ത് ചെയ്യുന്നു? സുമേഷ് ജനാർദ്ദൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഫിഷറീസ് വകുപ്പിൽ ജോലി ചെയ്യുന്നു. ഓ ഫിഷറീസിലാണല്ലേ? ഫിഷറീസിൽ എന്തായിട്ട്? ഫിഷറീസിൽ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് 2 വടിയെടുത്ത് തെക്കേപ്പാടത്ത് പോയിട്ട് വടി വെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ വെട്ടിച്ച് വെയിലെത്തിട്ടുണ്ടെങ്കിൽ ചെട്ടിയാത്ത് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ 350 രൂപ രാവിലെ കിട്ടും. ഓ മീൻ പിടുത്തല്ലേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അച്ഛൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു. ഓ മർച്ചന്റ് നേവിലാണല്ലേ? ഷിപ്പിൽ എന്തായിട്ട് അച്ഛൻ വർക്ക് ചെയ്യുന്നു? ഷിപ്പിൽ അച്ഛൻ കടലിൽ പോയിട്ട് വടി വെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ വെട്ടിച്ച് വെയിലെത്തിട്ടുണ്ടെങ്കിൽ പറവൂർ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ അച്ഛനും കിട്ടും 350. പിന്നെ ചേട്ടൻ ഗൾഫിലാ. ഓ ഒരാളെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അച്ഛനും മോനും മീൻ പിടിക്കാൻ പോയി കുഴപ്പമില്ല. ചേട്ടനവിടെ അറബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ആ അറബിയുടെ കൂടെ വർക്ക് ചെയ്യണല്ലേ? അറബിയുടെ കൂടെ അവിടെ എന്തായിട്ട്? അറബിയുടെ കൂടെ അവിടെ കടലിൽ പോയിട്ട് വടി വെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് മണലാരണ്യത്തിലിട്ടുണ്ടെങ്കിൽ ദുബായ് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ ചേട്ടനും കിട്ടും 350 ദിർഹം. നിർത്തണം അതിന്റെ പാണം വെള്ളത്തിൽ പറഞ്ഞ്. രശ്മിക്ക് ഒരു അവാർഡൊക്കെ കിട്ടിയില്ലയോ? 2 കിട്ടിയോ? ശ്രീനിവാസൻ പറഞ്ഞില്ല ഇത് ഇരുട്ടടി ആയിപ്പോയല്ലോ. ഓക്കെ, അത് എന്നായിരുന്നു അത് ആ സംഭവം, ആ മഹാസംഭവം നടന്നത്? 2019 ജൂറി പരാമർശമായിരുന്നു. 2020 മികച്ച ജൂറിയുടെ പരാമർശം ഹാസ്യനടി കൊള്ളാം അല്ലേ? അപ്പൊ എനിക്കൊന്ന് സ്കിറ്റിന് ആദ്യമായിട്ടാണ് തോന്നുന്നത്. ആദ്യമായിട്ടായിരുന്നു. എന്തായിരുന്നു കളിച്ച സ്കിറ്റ്? തട്ടുകട ഉദ്ഘാടനം. അതെങ്ങനെയായിരുന്നു തട്ടുകട ഉദ്ഘാടനം? തട്ടുകട ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വരുമ്പോ അവിടെ ഇരിക്കുന്ന ഗസ്റ്റ് നമ്മുടെ കൂടെ വരുന്നു. അപ്പൊ അവരെ കൊണ്ട് നമ്മൾ ഇത് ഓരോന്ന് കഴിപ്പിക്കുന്നു. അപ്പൊ അതിനകത്തൊരു ഗുണ്ട വരുന്നു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു സാറേ അത്. ആണല്ലേ? അപ്പൊ അതിനകത്ത് ഹിറ്റായ ഡയലോഗ് ഏതായിരുന്നു? അതില് ഹിറ്റായ ഡയലോഗുകൾ അങ്ങനെ ഇല്ലായിരുന്നു. ഹിറ്റായ ഡയലോഗുകൾ കുട്ടച്ചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയുന്നതായിരുന്നു.
കുട്ടൻചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ ഇല്ല. എന്നാണ് പറഞ്ഞല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കോ കുട്ടൻചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ? എവിടെ ചെന്നാലും ഞാനൊരു പോസ്റ്റ് ഇട്ടാ അതിന്റെ അടി വരുന്ന കമന്റ് അതായിരിക്കും, കുട്ടൻചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, കുട്ടൻചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ? ഇല്ല. ഓ, എനിക്കൊന്ന് ഇതേ ശരിക്കും ഒരു മരണ വീട്ടിലല്ലേ ഇത്? അതെ, മരണ കുട്ടൻചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ? അപ്പോഴാണ് വളരെ ദുഃഖത്തോടല്ലേ സാറേ. അതെന്ന് വെച്ചാലേ ആ സ്ത്രീ കരഞ്ഞു കരഞ്ഞ് തളർന്നിരിക്കുക. അപ്പൊ അവരുടെ സൗണ്ട് വല്ലാതെ വരുമല്ലോ സാറേ, അസ്കിയായി പോവല്ലോ. അങ്ങനെ വന്ന സൗണ്ടാണ്. പക്ഷെ അത് വേറെ രീതിയിലൊക്കെ ആയിപ്പോയി സാറേ. ശരിക്കും കുട്ടൻചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ? ഇല്ല.